ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ വിനോദ് വന്നത് അറിഞ്ഞിട്ട് ഫുൾ പ്രശ്നത്തിലാണ് ഗോവിന്ദ് ഉള്ളത്. ഗീതുവിനോട് വരെ ഗോവിന്ദിന് നല്ല ദേഷ്യം തോന്നുകയാണ്. വിനോദിനെയാണെങ്കിൽ ഒരുപാട് തല്ലിയിട്ടുണ്ടായിരുന്നു. വിനോദ് പറയുന്നുണ്ട്, എന്നെ കൊന്നേക്ക്, കാരണം പ്രിയയില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കേണ്ടതെന്ന്. അപ്പം ഗീതു പറയുന്നുണ്ട്, ഇനി അവനെ തല്ലരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്തുകൊണ്ടാണ്, അവനെൻ്റെ രക്തമായതുകൊണ്ട്, അതേ രക്തത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നതെന്നൊക്കെ ഗോവിന്ദും പറയുകയാണ്. വിനോദാണെങ്കിൽ നിലത്തിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ തെറ്റുകാരനാ ഗോവിന്ദേട്ടാ, എന്നെ കൊന്നോ, എനിക്കിനി ജീവിക്കണ്ട. ഗോവിന്ദ് അതിനൊന്നും മറുപടി പറയാതെ തലതാഴ്ത്തി ഇരിക്കുകയാണ്. അത് കണ്ടിട്ട് ഗീതുവിന് സങ്കടം സഹിക്കാൻ വയ്യ. അവൾ നേരെ വിനോദിൻ്റെ അടുത്ത് പോയിട്ട് അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. നിനക്കിപ്പോൾ സമാധാനമായോ? പ്രിയയെ കാണണ്ട 100 വട്ടം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ വിനോദ് ഇങ്ങനെ പൊട്ടി കരയാണ്, ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട്. ബാക്കിയുള്ളവരെ കൂടി ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇറങ്ങി പോടാ. ഗീതു അവനെ പിടിച്ച് തള്ളുകയാണ്. അപ്പോഴും വിനോദ് പോവാതെ നിൽക്കുന്നുണ്ടായിരുന്നു. പോവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദിനെ പിടിച്ച് വീണ്ടും തള്ളുകയാണ് ഗീതു. അവസാനം കരഞ്ഞുകൊണ്ട് വിനോദ് അവിടുന്ന് പോവാണ്. അവൻ പോയതിനു ശേഷം ഗോവിന്ദിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടാ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഗോവിന്ദ് എഴുന്നേറ്റ് ദേഷ്യത്തോടെ പറയാണ്, എന്നെ തൊട്ടു പോവരുത്. ഗീതു പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. ആ സമയത്ത് ഗോവിന്ദ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വിനോദിനെ മറന്നേക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ അത് കേട്ടില്ല. അവനെ പ്രിയയെ കാണാൻ പോലും നീ അനുവദിച്ചു. സ്വന്തം ചോരയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാ, ഞാനും. അതിനുശേഷം ഗോവിന്ദ് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ അനിയൻ വലുതാണെങ്കിൽ എനിക്കതിനേക്കാളും 10 മടങ്ങ് വലുതാണ് എൻ്റെ അനിയത്തി. ശരിക്കും പറഞ്ഞാൽ രാധിക പോലും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പ്രിയയോടുള്ള ഗോവിന്ദിൻ്റെ സ്നേഹം കണ്ടിട്ട്. അപ്പം ഗീതു പറയുന്നുണ്ട്, അവൾ എനിക്കും അനിയത്തി തന്നെയാ. വേണ്ട, ഗോവിന്ദ് തടയാണ്. നീ ഇനി ന്യായീകരിക്കണ്ട. രക്തത്തെ മാത്രമേ തിരിച്ചറിയൂ. അതെനിക്കിന്ന് ബോധ്യമായി. അപ്പോഴേക്കും വരുൺ ഇടയിൽ കയറുകയാണ്. ഗീതു അറിയാതെ വിനോദ് ഇവിടെ വരില്ല. അപ്പോൾ രാധികയും പറയുന്നുണ്ട്, ഇവള് ഭദ്രൻ്റെ ചോരയാ, ചതിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പം എന്തായി? നീ അറിയാതെ അവനെ ഇവള് ICUവിൽ കയറ്റി പ്രിയയെ കാണിച്ചില്ലേ. ഗോവിന്ദ് ദേഷ്യത്തോടെ ഗീതുവിനെ നോക്കുന്നുണ്ട്. ഗീതു ചൂളിയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അനിയൻ്റെ കൂടെ പോ. അപ്പോൾ കണ്ണീര് തുടച്ചുകൊണ്ട് ഗീതു പറയാണ്, ഞാൻ പോവണമെങ്കിൽ അതെൻ്റെ ഭർത്താവ് പറയണം. രണ്ടാനമ്മയും മകനും പറയുന്നത് കേൾക്കേണ്ട ബാധ്യത എനിക്കില്ല. കണ്ണാ, ഇവള് പറഞ്ഞത് നീ കേട്ടില്ലേ? രാധിക ചോദിക്കുകയാണ്. അപ്പോൾ വരുണും പറയുന്നുണ്ട്, ഇവളെ ഏട്ടൻ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അപ്പോൾ ഗീതു പറയാണ്, ഇക്കാര്യത്തിൽ ആരും ഇടപെടണ്ട. കണ്ണേട്ടൻ പറഞ്ഞാ ഞാൻ ഇവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും. ഗീതു വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പറഞ്ഞില്ലെങ്കിൽ പ്രിയയും കൊണ്ടേ ഞാൻ ഇറങ്ങൂ. ആ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനി എല്ലാ മണിക്കൂറിലും ആവർത്തിക്കണോ? ഗോവിന്ദ് ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഗീതു കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രേഖ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്, നേരത്തെ ഗോവിന്ദേട്ടൻ പറഞ്ഞത് ഇവിടെ ഏറ്റവും ആവശ്യം ഗീതുവിനെയാണെന്നാ. അമ്മ പോയി വിശ്രമിച്ചോളൂ. അത് കേട്ട് രാധിക ഒരു ഒറ്റ നോട്ടായിരുന്നു രേഖയ്ക്ക് നേരെ. രേഖ ചൂളിയിട്ട് തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ഗീതു പറയാണ്, പക്ഷെ ഓരോ മണിക്കൂറിലും ആവർത്തിക്കേണ്ട കാര്യങ്ങൾ ആവർത്തിക്കുക തന്നെ വേണം രേഖേച്ചി. സംസാരത്തിലുള്ള സപ്പോർട്ട് പ്രവൃത്തിയിലും വേണം. എന്നിട്ട് ഗീതു അവിടുന്ന് നടന്നു പോവുകയാണ്. അവൾക്ക് പിന്നാലെ അവളെ വിളിച്ചുകൊണ്ട് രേഖയും പോകുന്നുണ്ട്. അതിനുശേഷം അയ്യപ്പേട്ടനും അവിടുന്ന് പോവുകയാണ്. രാധികയും വരുണും മാത്രമായി അവിടെ. ആ സമയത്ത് വരുൺ രാധികയോട് പറയുന്നുണ്ട്, ഗീതുവിന് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. ഗീതു ആണെങ്കിൽ ആരെയും വകവെക്കാതെ ഒരൊറ്റ നടത്താണ്. രേഖ എങ്ങനെയോ ഓടിയിട്ട് ഗീതുവിനൊപ്പം എത്തുകയാണ്. എന്നിട്ട് ഗീതുവിനോട് പറയുന്നുണ്ട്, ഗീതു നീ പോവല്ലേ, രാധികാമ്മ എന്തൊക്കെയോ പറഞ്ഞെന്ന് വെച്ച് നീ പോവല്ലേ. ഗോവിന്ദേട്ടൻ നിന്നെ സപ്പോർട്ട് ചെയ്തില്ലേ, പിന്നെ എന്താ പ്രശ്നം? അപ്പോഴേക്കും അയ്യപ്പേട്ടനും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗീതു കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, വിനോദിനെ ഒരു തെരുവ് നായെ പോലെ തല്ലി ചതയ്ക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അവൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞിട്ടും കണ്ണേട്ടൻ എന്താ വിശ്വസിക്കാത്തേ? പ്രിയയുടെ കാര്യത്തിൽ ഞാൻ കള്ളം പറയോ? വിനോദിനൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് കണ്ണേട്ടന് കരുതിക്കൂടെ? ആ സമയത്ത് അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, ഇതിനുള്ള മറുപടി ഗോവിന്ദൻ കുഞ്ഞ് തന്നില്ലേ. എല്ലാവർക്കും വലുത് സ്വന്തം കൂടപ്പിറപ്പാ. മോള് വിനോദിനെ സ്നേഹിക്കുന്നത് പോലെ അതിനും മേലെയാണ് കുഞ്ഞ് പ്രിയയെ സ്നേഹിക്കുന്നത്. പ്രിയയെ ഞാൻ സ്നേഹിക്കുന്നില്ലെന്നാണോ അയ്യപ്പേട്ടൻ കരുതിയിരിക്കുന്നത്? കണ്ണേട്ടനെ പോലെ തന്നെ എനിക്കും പ്രിയയെ ഇഷ്ടമാണെന്ന് രേഖിച്ചിക്കറിയില്ലേ? അപ്പോൾ കരഞ്ഞോണ്ട് രേഖ പറയാണ്, ഗോവിന്ദേട്ടനും നീയും മാത്രമല്ല, ഞങ്ങളെല്ലാവരും പ്രിയയെ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് പറ്റിയ ഈ അപകടത്തിൽ നമ്മളെല്ലാവരും ഇത്രയേറെ തളർന്നു പോയത്. നിന്റെ മനസ്സാന്നിധ്യമൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല ഗീതു. ഇനി എന്തെങ്കിലും സംഭവിച്ചാലും നെഞ്ചുപൊട്ടി കരയാനേ ഞങ്ങളെ കൊണ്ടൊക്കെ സാധിക്കൂ. അതുകൊണ്ട് ഈ സമയത്ത് ഗോവിന്ദേട്ടനൊപ്പം നിന്റെ പിന്തുണ കൂടിയേ പറ്റൂ. നീ എങ്ങും പോവരുത്. അപ്പം ഗീതു ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ നിങ്ങളെ വിട്ട് പോവാണെന്ന് ആരാ പറഞ്ഞേ? അല്ലേ, രാധികമ്മ പറഞ്ഞതിൻ്റെ പേരിൽ മോൾ ഇവിടെ നിന്നും പോവാൻ തുടങ്ങിയതല്ലേ? അയ്യപ്പേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഗീതു പറയാണ്, നെഞ്ചിൽ ശ്വാസത്തിൻ്റെ ഒരു കുറുകലെങ്കിലും ബാക്കിയുണ്ടാവുന്നത് വരെ എന്നെ തണിച്ചാക്കില്ലെന്ന് പറഞ്ഞ മനുഷ്യനെ വിട്ട് ഞാൻ എവിടെ പോവാൻ അയ്യപ്പേട്ട? ഇനി എന്തെങ്കിലും ദേഷ്യത്തിൻ്റെ പുറത്ത് കണ്ണേട്ടൻ തന്നെ പോവാൻ പറഞ്ഞാലും ഞാൻ പോവില്ല. ഈ ഗീതുവിൻ്റെ അവസാന ശ്വാസത്തിലും കണ്ണേട്ടൻ്റെ മണമുണ്ടാവും. ഞാൻ അവസാനം കാണുന്ന രൂപം കണ്ണേട്ടൻ്റെതാവും. അപ്പം അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, വേണ്ടാത്തതൊന്നും പറയണ്ട.
ഏത് പ്രതിസന്ധി വന്നാലും മോളും ഗോവിന്ദൻ കുഞ്ഞും ഒന്നിച്ചു നിൽക്കുന്നത് കണ്ടാൽ മതി. പിന്നെ നീ എന്തിനാ ഗീതു അവിടുന്ന് പോന്നത്? രേഖ ചോദിക്കുന്നുണ്ട്. ഇന്ന് പ്രിയയുടെ സർജറി തുടങ്ങുകയല്ലേ, എനിക്ക് പ്രാർത്ഥിക്കണം രേഖച്ചി. പ്രിയയ്ക്കും കുഞ്ഞിനും വേണ്ടി മനസ്സുരുക്കി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥന ഫലിക്കുമെന്നാ കണ്ണേട്ടൻ വിശ്വസിക്കുന്നേ. ആ വിശ്വാസം തെറ്റാൻ പാടില്ല. അപ്പം രേഖ പറയുന്നുണ്ട്, ഞാനും നിൻ്റെ കൂടെ വരാം. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് പ്രിയയുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്ത് ഒട്ടും സമാധാനം ഇല്ലാത്ത രീതിയിലാണ് ഗോവിന്ദും അയ്യപ്പേട്ടനും അതുപോലെ രാധികയും വരുണും ഒക്കെ ഉള്ളത്. ആ സമയത്തും വരുണ് രാധികയോട് പറയുന്നുണ്ട് ശബ്ദം താഴ്ത്തിയിട്ട്, അമ്മേ, ഗീതു ഇവിടെ നിന്ന് പോയത് തന്നെയാണെന്നാ തോന്നുന്നേ. അവൾ അഭിമാനമുള്ളവളാ, മടങ്ങി വരാൻ സാധ്യതയില്ല. അപ്പം രാധിക ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാര്യയും കാണുന്നില്ലല്ലോ. രേഖയും ഇനി അവളുടെ കൂടെ പോയോ? എങ്കിൽ രക്ഷപ്പെട്ടു. വരുണ് പറയാണ്, മിണ്ടാതിരിക്ക്. വിനോദിൻ്റെ കൊച്ചു ചത്താലും പ്രിയ തിരിച്ചു വരാൻ പ്രാർത്ഥിക്ക്. രാധികയ്ക്ക് പോലും ആ സമയത്തൊരു മാതൃഹൃദയം വരികയാണ്. ഒട്ടും സമാധാനമില്ലാതെ ചത്ത അവസ്ഥയിലാണ് ഗോവിന്ദ് ഉണ്ടായിരുന്നത്. മനസ്സ് നിറഞ്ഞ് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ അമ്പലത്തിലെത്തിയിട്ട് പ്രാർത്ഥനയിലാണ് ഗീതുവും രേഖയും. ഗീതു മനമൊരുക്കി പ്രാർത്ഥിക്കുകയാണ്, പ്രിയയ്ക്കും കുഞ്ഞിനും ആപത്തൊന്നും വരുത്തല്ലേ, രണ്ടുപേരെയും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണേ. രണ്ടുപേരും കണ്ണുകൾ നിറഞ്ഞൊഴുകി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് തിരുമേനി അതിലൂടെ പോകുമ്പം രേഖ പറയുന്നുണ്ട്, തിരുമേനി, അനിയത്തിക്ക് സർജറിയാ, ഉചിതമായ വഴിപാട് കഴിക്കണം. അതിനെന്താ, പേരും നാളും പറഞ്ഞോളൂ, ദീപാരാധനയ്ക്കൊപ്പം തന്നെ വഴിപാടും നടത്താം, അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം രേഖ പേര് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയ പുണർദം നക്ഷത്രം. അപ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, രേഖേച്ചി, ഞാൻ പ്രിയയ്ക്ക് വേണ്ടി അടിയാരാധന പ്രദക്ഷിണം നടത്താൻ പോവുക, എൻ്റെ കൂടെ നിന്നോണം. ശരി, അത് കഴിയുമ്പോഴേക്കും ദീപാരാധനയ്ക്കുള്ള സമയമാവും, രേഖ പറയാണ്. അങ്ങനെ ഗീതു അടിയാരാധന പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. ആ സമയത്ത് അവൾക്ക് സപ്പോർട്ടായിട്ട് രേഖയും കൂടെ തന്നെ ഉണ്ട്. ആ സമയത്തൊക്കെ രണ്ടുപേരും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പ്രിയയ്ക്ക് വേണ്ടിയിട്ട്. വളരെ സീരിയസ് ആയി പ്രിയയുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷമനായിട്ട് ഗോവിന്ദും അതുപോലെ അയ്യപ്പേട്ടനും വരുണും രാധികയൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. അതേസമയം അമ്പലത്തിലാണെങ്കിൽ ഗീതുവും വഴിപാടിലും കാര്യങ്ങളിലൊക്കെയാണ്. അവസാനം അത് നടന്ന് അതായത് ആടിയാരാധന പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഗീതു നേരെ ക്ഷേത്രത്തിന് മുന്നിൽ ചെന്ന് നിന്ന് തൊഴുകൈയോടെ പ്രാർത്ഥിക്കുകയാണ്. ഗീതുവിൻ്റെ രേഖയുടെയൊക്കെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാരാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടാണ് നോക്കുന്നത്. കാരണം അത്രയേറെ ക്രിട്ടിക്കലായിരുന്നു പ്രിയയുടെ അപ്പോഴത്തെ അവസ്ഥ. അവസാനം സിസേറിയനിലൂടെ പ്രിയയുടെ കുഞ്ഞിനെ പുറത്തെടുത്തു. അത് ഡോക്ടർ വന്ന് പറയുകയാണ്, കുഞ്ഞിനെ പുറത്തെടുത്തു, ആൺകുട്ടിയാ. അത് കേട്ടതും ഗോവിന്ദന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പക്ഷേ രാധികയ്ക്കും വരുണൊന്നും അത് കേട്ടപ്പോൾ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. അപ്പം പ്രിയയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? രാധിക ചോദിക്കുകയാണ്. അപ്പം ഡോക്ടർ പറയുന്നുണ്ട്, പ്രിയയുടെ സർജറി തുടരുകയാണ്. ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്, നേരെ ഇനിയും വൈകും. എല്ലാവരും ടെൻഷനോടെ നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ലങ്സ് പൂർണ്ണമായിട്ടും വികസിച്ചിട്ടില്ല, കുറച്ചു കാലം NICUവിൽ വെക്കേണ്ടി വരും. അപ്പം ഗോവിന്ദ് പറയാണ്, ഡോക്ടർ, എനിക്ക് അവനെ ഒന്ന് കാണണം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഉടനെ തന്നെ NICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതും പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോവാണ്. ആ സമയത്ത് രാധിക ചോദിക്കുന്നുണ്ട്, ആ വിനോദിൻ്റെ വിത്തിനെ കാണാൻ എന്തിനാ കണ്ണ ഇത്ര ആവേശം? അതിന് ഗോവിന്ദ് മറുപടിയൊന്നും പറയുന്നില്ല. അപ്പം അയ്യപ്പേട്ടൻ ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞ് രാധികാമ്മയുടെ ആരായിട്ട് വരും? അപ്പോഴും ഗോവിന്ദ് ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പം അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, ഒന്നും അറിയാതെ ഈ ലോകത്ത് വന്ന് പിറക്കുന്ന ഒരു മാലാഖയാണ് ആ കുഞ്ഞ്. അതിനോട് എന്തിനാ രാധികാമ്മ ഈ വേർതിരിവ്? ഛേ, അയ്യപ്പേട്ടൻ അത്രത്തോളം ഇതാക്കിയിട്ട് പറയാണ്. അപ്പോഴേക്കും രണ്ട് നഴ്സുമാർ വിനോദിൻ്റെയും പ്രിയയുടെയും കുഞ്ഞിനെയും കൊണ്ട് വരികയാണ്. കുഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്ന ശബ്ദം കേട്ടിട്ട് അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, ദേ കുഞ്ഞ്. ആ ശബ്ദം കേട്ട് ഗോവിന്ദ് സ്നേഹത്തോടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.